കോഴിക്കോട് താമരശ്ശേരിയിൽ കാർ ഇടിച്ചു തകർത്തും വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടും യുവാവിന്റെ പരാക്രമം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ചാണ് ഇടിച്ചു തകർത്തത്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി രമ്യ ഒപ്പം ചേരുകയാണ്. രമ്യ, എന്തായിരുന്നു പരാക്രമം? ഇന്നലെ രാത്രി താമരശ്ശേരിയിലായിരുന്നു ഏകദേശം രാത്രി 2:30 കൂടിയിട്ട് ഈ വെളിമണ്ണയിൽ റോഡരികിൽ ഒരു യുവാവിന്റെ പരാക്രമം ഉണ്ടാകുന്നത്. അതായത് ഈ റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു. അതിനുശേഷം അതിന്റെ സമീപമുള്ള ഒരു വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട്, അതായത് മേലേടത്ത് ജബ്ബാറിന്റെ ഒരു ക്ലീൻ പ്ലസ് എന്ന ഒരു വെളിച്ചെണ്ണ മില്ലുണ്ടായിരുന്നു. ഈ മില്ലിന് തീയിട്ടു. അതിനുശേഷം ഈ റോഡരികിലുണ്ടാകുന്ന ചുങ്കത്ത് റോഡരികിലുണ്ടാകുന്ന ആംബുലൻസ് എടുക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ടയറ് തീയിട്ടു. അങ്ങനെ വളരെ അക്രമകരമായ ഒരു സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരിയിൽ വെളിമണ്ണയിൽ അരങ്ങേറിയത്. യുവാവായിരുന്നു ഇത്തരത്തിൽ രാത്രി 2:30 കൂടി തന്നെ ഈ സമീപപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു അക്രമം അഴിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ അക്രമം നടക്കുമ്പോൾ സമീപത്തെ വീട്ടുകാർ ഉണർന്നതോടുകൂടിയാണ് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇയാൾ താമരശ്ശേരിയിൽ നിന്നും ഓമശ്ശേരിയിലെത്തി മാങ്ങാടുള്ള പെട്രോൾ പമ്പിലെത്തിയ പ്രതി മറ്റൊരു പിക്കപ്പ് വാൻ, അതായത് ഇയാൾ ഓടിച്ചു വന്ന പിക്കപ്പ് വാൻ അവിടെ ഉപേക്ഷിക്കുകയും ടയർ പൊട്ടിയതിനെ തുടർന്ന് മറ്റൊരു പിക്കപ്പ് വാൻ ഉപയോഗിച്ച് കടന്നു കളയുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ 2:30 ആ സമീപപ്രദേശങ്ങളെല്ലാം ഈ താമരശ്ശേരി, വെളിമണ്ണ, അതുപോലെ തന്നെ ഈ ഓമശ്ശേരി ഭാഗങ്ങളെല്ലാം വളരെ അക്രമ രീതിയിൽ, അതായത് വളരെ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു സംഭവമാണ് ഈ യുവാവ് തുടർന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യുവാവ് ഇത്തരം അക്രമങ്ങൾ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വണ്ടി ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഈ വെളിച്ചെണ്ണ മില്ലിന് തീയിടുന്നു. കൂടാതെ തന്നെ സമീപം നിർത്തിയിരുന്ന ആംബുലൻസിന്റെ ടയറിൽ കത്തിക്കുന്നു തുടങ്ങിയ അക്രമ സംഭവങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടിയത്. നിലവിൽ ഈ CCTV പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ തിരയുന്നത്. നിലവിൽ ഈ പ്രതിക്കായിട്ടുള്ള പോലീസ് അന്വേഷണം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സൂചന ലഭിച്ചു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇയാളെ വേഗത്തിൽ തന്നെ പിടികൂടും. ഇത്തരത്തിൽ ഈ അക്രമം അഴിച്ചുവിടാനായ സാഹചര്യം എന്താണെന്ന് കൂടി നമുക്ക് വ്യക്തമാക്കേണ്ടത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കാർ ഇടിച്ചു തകർത്തും വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടും യുവാവിന്റെ പരാക്രമം. തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ.